ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് 11th സ്റ്റാൻഡേർഡിൻ്റെ ഇതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് ആദ്യം ബേസിക്കായിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്. ഓക്കെ, എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം രണ്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബിയുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് രണ്ട് സെറ്റ്സാണ് എയും ബിയും. അതിൻ്റെ രണ്ട് സെറ്റ്സിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അതിലുള്ള നമ്മളിപ്പോൾ എന്താണ് എയിലുള്ള ഫസ്റ്റ് കോർഡിനേറ്റ് ബിലോങ്സ് ടു എ ആയിരിക്കും, ആൻഡ് സെക്കൻഡ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബി ആയിരിക്കും. അതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എൻ ബി ദി സെറ്റ് ഓഫ് ഓൾ ദോസ് ഓർഡേർഡ് പെയർസ് ഹൂസ് ഫസ്റ്റ് കോർഡിനേറ്റ് ബിലോങ്സ് ടു എയും സെക്കൻഡ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബി ആയിരിക്കും. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എന്താണ്? എ ക്രോസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഇതിനെങ്ങനെയാണ് നമ്മൾ വായിക്കുക? എ ക്രോസ് ബി എന്ന്. ഇതെന്താണ്? എ ക്രോസ് ബി ഓർ പ്രോഡക്റ്റ് ഓഫ് എ സെറ്റ് എ ആൻഡ് ബി. ഇപ്പം നമ്മളതിന് സിംബോളിക്കലി എഴുതുകയാണെങ്കിൽ എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? സെറ്റ് എ കോമ ബി ഓർഡേർഡ് പെയർസ് എ കോമ ബി സച്ച് ദാറ്റ് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ആണ് അല്ലേ? അത് ബിലോങ്സ് ടു എന്താണ്? ക്യാപിറ്റൽ സെക്കൻഡ് വൺ ബിലോങ്സ് ടു എന്താണ്? ബിയിലായിരിക്കണം. ആൻഡ് ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി. ഇതിനാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ക്രോസ് ബി. ഇനി എന്താണ്? നമ്മൾ ബി ക്രോസ് എ എടുക്കുകയാണെങ്കിൽ ബി ക്രോസ് എ ഈക്വൽ ടു എന്ത് എഴുതണം? ബിയിലുള്ള എലമെൻറ്റ് ബി ആണ്. അപ്പം ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആൻഡ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ എ ക്രോസ് ബിയും ബി ക്രോസ് ബി എയും എന്താണ്? ഈക്വൽ അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്? എ ക്രോസ് ബിയിൽ ഉള്ള ഫസ്റ്റ് കോർഡിനേറ്റ് എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എയും സെക്കൻഡ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബിയും ആണ്. ബി ക്രോസ് എയിലുള്ള ഫസ്റ്റ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബിയും സെക്കൻഡ് കോർഡിനേറ്റ് ബിലോങ്സ് ടു എയും ആണ്. അപ്പോൾ എന്താണ്? എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു എന്താണ്? ബി ക്രോസ് എ ആണ്. ബി ക്രോസ് എ. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം എ എന്ന് പറയുന്ന സെറ്റിൽ എ ഹാസ് പി എലമെൻ്റ് ഉണ്ട് എന്ന് വെച്ചോ. എ ഹാസ് പി എലമെൻറ്റ്. ഓക്കെ, പി എലമെൻറ്റ്സ് ആൻഡ് ബി ഹാസ് എന്താണ്? ക്യൂ എലമെൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ എ ക്രോസ് ബിക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ദെൻ എ ക്രോസ് ബി ഹാസ് എന്താണ്? പി ക്യൂ എലമെൻ്റ് ഉണ്ടാവും. പി ക്യൂ എലമെൻറ്റ്സ്. അതായത് എ ഹാസ് പി എലമെൻറ്റ് ആൻഡ് ബി ഹാസ് ക്യൂ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ് ഉണ്ടാവും? പി ക്യൂ. അതായത് പ്രോഡക്റ്റ്, അതായത് പി ക്യൂ എലമെൻറ്റ്സ് ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തേൽ എടുക്കുകയാണ്. ഇഫ് എ ഈക്വൽ ടു 5, അതായത് നൾ സെറ്റാണെന്ന് വെച്ചോ, ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഓൾസോ നൾ. അങ്ങനെയാണെങ്കിൽ നൾ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ദെൻ എ ക്രോസ് ബി ഈക്വൽ ടു എന്ത് വരും? എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 5. അപ്പോൾ എ 5 ആണ്, ബിയും 5 ആണ്. അപ്പോൾ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും എന്തായിരിക്കും? അതും 5 ആയിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇഫ് എ ഈസ് ഈക്വൽ ടു 1, 2, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 4, 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയാണ് ഫൈൻഡ് എ ക്രോസ് ബി ആൻഡ് എന്താണ്? ബി ക്രോസ് എ. ഷോ ദാറ്റ് നമ്മളോട് പ്രൂവ് ചെയ്യണം. എന്തെന്ന്? ഷോ ദാറ്റ് എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും നമ്മൾ? അപ്പം നമ്മൾ എ ക്രോസ് ബി കാണുകയാണ്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്? രണ്ട് സെറ്റ് ഉണ്ടല്ലേ, 1, 2, 3 ഇൻറ്റു എന്താണ്? 4, 5. അപ്പം നമ്മൾ ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഓരോന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതുക. 1, 4, പിന്നെന്താണ്? ഈ 1 വീണ്ടും 5 ആയിട്ട് 1, 5, പിന്നെന്താണ്? 2, 2, 4 and 2, 5. ഓക്കെ,
നെക്സ്റ്റ് 3,4 3,5 ഇങ്ങനെ വന്നു. ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബി ക്രോസ് എ എഴുതുകയാണ്. ബി ക്രോസ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താണ്? ബിയിലുള്ള എലമെൻ്റ് ആയിരിക്കണം. അപ്പോൾ 4,1 4,2 ആൻഡ് 4,3. കാരണം എന്താണ്? ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബി ആണ്. അപ്പോൾ നമ്മൾ 4 വെച്ചിട്ട് ഓരോന്നും എഴുതി. ഇനി അടുത്ത് എന്താണ്? നമ്മൾ 5 വെച്ചിട്ട് എഴുതണം. 5,1 ആൻഡ് 5,2 നെക്സ്റ്റ് 5,3. ഇത് രണ്ടും സെയിം ആണോ? അല്ല. എന്താണ്? ഇതിൽ നമുക്ക് മനസ്സിലാക്കുക എ ക്രോസ് ബി, അതായത് ഇതിലുള്ള ഫസ്റ്റ് കോർഡിനേറ്റ് 4 ആണ്, ഇതിൽ ഫസ്റ്റ് കോർഡിനേറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്താണ്? എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. നമുക്ക് കിട്ടിയില്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. അതിൻ്റെ കാരണം എന്താണ്? എ ക്രോസ് ബിയിൽ ഫസ്റ്റ് കോർഡിനേറ്റ് ബിലോങ്സ് ടു എ ആയിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബി ആയിരിക്കും. ബി ക്രോസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് ബിലോങ്സ് ടു ബിയും സെക്കൻഡ് കോർഡിനേറ്റ് ബിലോങ്സ് ടു എയും ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്താണ്? ഇപ്പോൾ ജസ്റ്റ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കാനാണ് ഇതിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് റിലേഷൻസ് എന്താണെന്ന്. ഇപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് റിലേഷൻസ് അറിയാം അല്ലേ? നമ്മൾ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മകൻ, മക്കൾ, പാരൻസു, അങ്ങനെ പല റിലേഷൻസും ഉണ്ട് അല്ലേ? പാരൻസു, അച്ഛൻ, മകൻ, അല്ലെ മകൾ, അച്ഛൻ, അല്ലെങ്കിൽ അമ്മ, മകൾ, അമ്മ, അങ്ങനെ സിസ്റ്റർ, ബ്രദർ, അങ്ങനത്തെ ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെറ്റിലുള്ള റിലേഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. എന്താണ് റിലേഷൻസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എ റിലേഷൻ എന്ന് പറയുന്ന 6 അതിനെ ഡിനോട്ട് ചെയ്യുന്ന 6 വെച്ചിട്ട്. 6 എന്ന് പറയുന്നത് എന്താണ്? R ഫ്രം എ നോൺ എംറ്റി, ഒരു നോൺ എംറ്റി സെറ്റ് ഉണ്ട്. എന്താണ് നോൺ എംറ്റി സെറ്റ്? എ ടു എനദർ നോൺ എംറ്റി, അതായത് R ഫ്രം എന്താണ്? R എന്ന് പറയുന്ന റിലേഷൻ ഒരു നോൺ എംറ്റി സെറ്റ് എയിൽ നിന്നും ഫ്രം എന്താണ്? R ഫ്രം എന്താണ്? ഇതിൽ നിന്നും, ഈ എ എന്ന് പറയുന്ന നോൺ എംറ്റി സെറ്റിൽ നിന്നും എനദർ നോൺ എംറ്റി സെറ്റാണ് എന്തെന്ന്? നോൺ എംറ്റി സെറ്റ് ബി. അതായത് ആർ എന്ന് പറയുന്ന റിലേഷൻ എവിടെ നിന്നാണ്? എയിൽ നിന്നും വേറൊരു നോൺ എംറ്റി സെറ്റായ ബിയിലേക്കുള്ള റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്? ഈ റിലേഷൻ എന്തായിരിക്കും? സബ്സെറ്റ് ഓഫ് എന്താണ്? എ ക്രോസ് ബി ആയിരിക്കും. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് എന്താണ്? നമുക്ക് എന്ത് എഴുതാം? ആർ ഈസ് ദ സബ്സെറ്റ് ഓഫ് എന്താണ്? എ ക്രോസ് ബി. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ഈ റിലേഷൻ. അതായത് ആർ എന്ന് പറയുന്നത്, ഓർ നമുക്ക് എന്ത് പറയാം? ആർ ഈസ് ദ സബ്സെറ്റ് ഓഫ് ഓർഡേർഡ് പേസ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എ കൊമ ബി. എ ബിലോങ്സ് ടു എന്തായിരിക്കും? എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആയിരിക്കണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ. ആൻഡ് ബി ബിലോങ്സ് ടു എന്താണ്? ക്യാപിറ്റൽ ബി. ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ഈ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഇഫ് എ കോമ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ്, ഇഫ് എ കോമ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ദ റിലേഷൻ ആർ. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? ഇഫ് എ കോമ ബി ആൻ എലമെൻറ്റ്, എന്താണ്? എലമെൻറ്റ് ഓഫ് ദ റിലേഷൻ, എന്താണ്? ഓഫ് ദ റിലേഷൻ വാട്ട്? റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷനിലുള്ള എലമെൻ്റാണ് എ കോമ ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എ കോമ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ദാറ്റ് എന്താണ്? എ റിലേഷൻ ബി എന്ന് പറയാം. അതായത് എ റിലേഷൻ ബി, എ റിലേറ്റഡ് ടു ബി എന്ന് പറയാം. ഇതിനെന്താ വായിക്കുക? എ റിലേറ്റഡ് ടു ബി. അതായത് ഈ എ കോമ ബി എന്ന് പറയുന്നത് ആ റിലേഷനിലുള്ള എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? എ റിലേറ്റഡ് ടു ബി എന്ന് പറയാം. ഇഫ് എയും ബിയും ഡസ് നോട്ട്, അതായത് എ കോമ ബി ഡസ് നോട്ട് ബിലോങ്സ് ടു എന്താണ്? ആറാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ എ എന്ന് പറയുന്ന നോട്ട് റിലേറ്റഡ് ആണ് അല്ലേ? എന്താണ്? എ ഈസ് നോട്ട് റിലേറ്റഡ് ടു ബി. അത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? എന്ന് എഴുതി ആറെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഒരു കട്ടിടുക. എന്നിട്ട് ഇതാണ് എ ഈസ് നോട്ട് റിലേറ്റഡ് ടു ബി. അപ്പോൾ എനി സബ്സെറ്റ് എ ക്രോസ് ബി ഈസ് സെറ്റ് ടു ബി എ റിലേഷൻ. അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നത് എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ
എ ക്രോസ് എ എന്ന് പറയുന്നതിൻ്റെ എല്ലാ എനി സബ്സെറ്റും എന്തായിരിക്കും, അത് റിലേഷൻ ഓൺ എ ആയിരിക്കും. എയിലെ റിലേഷൻ ആയിരിക്കും. കാരണം എന്താണ്, എയിലെ എലമെൻ്റ് തന്നെയാണല്ലോ ഇത്. അപ്പോൾ ഇതിൽ തന്നെ റിലേറ്റഡ് ആണ്. പിന്നെ എന്താണ്, എ ഹാസ്, പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ ഹാസ് എം എലമെൻറ്റ്. ഏതത് എ ഹാസ് എന്താണ്, എം എലമെൻ്റ് ഉണ്ട്. എയിൽ എം എലമെൻറ്റും ബിയിൽ എന്താണ്, ബി ഹാസ് എൻ എലമെൻറ്റും ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബി ഹാസ് എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബി ഹാസ് എന്താണ്, എ ക്രോസ് ബിക്ക് എത്ര എലമെൻ്റ് ഉണ്ടാവും, നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ, എം ക്രോസ് എൻ എലമെൻ്റ് ഉണ്ടാവും അല്ലേ, എം എലമെൻ്റ് ഉണ്ടാവും. എ ക്രോസ് ബിയിൽ എം എലമെൻ്റ് ഉണ്ടാവും. എയിൽ എം എലമെൻറ്റും ബിയിൽ എൻ എലമെൻറ്റും ആണെങ്കിൽ എ ക്രോസ് ബി ഹാസ് എം ക്രോസ് എൻ എലമെൻ്റ് ഉണ്ടാവും. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെൻ്റ് റിലേഷൻസ് ഫ്രം എ ടു ബി, അതായത് അങ്ങനെയാണെങ്കിൽ അതായത് ടോട്ടൽ നമ്പർ ഓഫ്, നമ്മൾ പല റിലേഷൻസ് എടുത്ത്, അപ്പോൾ എത്ര ഈ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിൻ്റെ ടോട്ടൽ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ ഫോർമുലയാണ് എന്തെന്ന്, 2 raised to mn എന്ന് പറയുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ എം എന്ന് പറയുന്നത് എയിലുള്ള എലമെൻറ്റിൻ്റെ എണ്ണവും എൻ എന്ന് പറയുന്നത് ബിയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ്. ഇപ്പോൾ ഇതിൻ്റെ റിലേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല 2 raised to mn ആണ്. അങ്ങനെയാണ് നമുക്ക് എ ക്രോസ് ബിയിലുള്ള എത്ര എലമെൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ പറയുകയാണ്, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് R is equal to A cross B, then അങ്ങനെയാണെങ്കിൽ എന്താണ്, ഡൊമെയിൻ ആർ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇതിൻ്റെ ഡൊമെയിൻ ആർ എന്ന് സീക്വൽ ടു എന്താണ്, എ ആണ്. കാരണം ഫസ്റ്റ് എവിടെ നിന്നാണോ റിലേഷൻ പോകുന്നത് ആദ്യത്തെ ഇതാണ് എന്തെന്ന്, ഡൊമെയിൻ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, റേഞ്ച് നമ്മൾ എങ്ങോട്ടേക്കാണ് റിലേഷൻ ഉണ്ടാക്കുന്നത്, എ ടു ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദ ഡൊമെയിനും ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്, റേഞ്ചുമാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ദ ഡൊമെയിൻ ഈസ് എ റേഞ്ച് ഓഫ് ദ എം ടി സെറ്റ് ഫൈ ഈസ് ഫൈ ഇഫ് as well as range of empty set, അതായത് domain as well as range of the empty set phi is phi. If A is equal to domain R and B is equal to range R, then we write B is equal to range of A. അങ്ങനെയാണെങ്കിൽ നമുക്ക് B എന്ന് പറയുന്നത് എന്താണ്, റേഞ്ച് ഓഫ് എ ആണ് അല്ലേ. കാരണം എന്താണ്, എയുടെ റേഞ്ചാണ് ബി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് ബിയുടെ ഡൊമൈനുമാണ്. അപ്പം നമുക്കതൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എന്താണ്, ലെറ്റ് എ ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ് എ ഈസ് ഈക്വൽ ടു എന്താണ്, സെറ്റ് 1, 2, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3, 5, 7. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം, എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോന്നും വെച്ചിട്ട് എഴുതണം. അപ്പോൾ എന്താണ്, 1, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോർഡിനേറ്റ് 1-ലുള്ളതാണ്. അപ്പോൾ 1, 3 ആൻഡ് നെക്സ്റ്റ് 1, 5 നെക്സ്റ്റ് 1, 7 നെക്സ്റ്റ് 2, 3 ആൻഡ് നെക്സ്റ്റ് 2, 5 ആൻഡ് നെക്സ്റ്റ് 2, 7. അടുത്ത എന്താണ് 3, 3 ആൻഡ് 3, 5 ആൻഡ് 3, 7. ഇങ്ങനെയാണ് ഈ ഓർഡേർഡ് പേസിൽ നമ്മൾ സെറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്തെന്ന്, ആർ എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്താണ്, സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എ ക്രോസ് ബി ആണ്, അതായത് എവരി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിലേഷൻ ഇപ്പോൾ നമ്മളൊരു റിലേഷൻ എടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റിലേഷൻ എടുത്തു. അപ്പോൾ ആ റിലേഷൻ നമ്മൾ എന്താണ്, ആറ് സീക്വൽ നമ്മൾ വേറൊരു സെറ്റ് എഴുതുകയാണ്, വേറൊരു ടൈപ്പ് റിലേഷൻ എഴുതുകയാണ്. 1, 5 1, ഇത് വെറുതെ ഇത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതി ഞാൻ എന്നിട്ട് ഏതെങ്കിലും ഒരു റിലേഷൻ എന്ന് പറഞ്ഞ് ഞാനൊരു സെറ്റ് എഴുതുകയാണ്. 1, 5 ആൻഡ് 1, 7 ആൻഡ് 3, 5 ആൻഡ് 3, 7. ഇങ്ങനെ ഞാൻ ഒരു സെറ്റ് എഴുതിയേ. ഇതൊന്നിച്ചിട്ടുള്ളതാണ്, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 നമുക്ക് ഇതിലുള്ള ഓരോന്നിനെ നമുക്ക് എന്ത് പറയാം, 1 റിലേറ്റഡ് ടു 5, അതായത് 1 റിലേറ്റഡ് ടു 5 എന്ന് പറയാം. പിന്നെ എന്താണ്, നമുക്ക് 1 റിലേറ്റഡ് ടു 7 എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് പറയാം, 3 റിലേറ്റഡ് ടു 5 എന്ന് പറയാം, 3 റിലേറ്റഡ് ടു 7 എന്ന് പറയും. ഇങ്ങനെ നമുക്ക് IR3 അങ്ങനെ ഇതിനൊക്കെ നമുക്ക് അങ്ങനെ എടുത്തെഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെയാണെങ്കിൽ ഇതിൽ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, ഡൊമൈൻ ഈക്വൽ ടു എന്താണ്, ഫസ്റ്റിലത്തെ 1ഉം 3, അതായത് 1,
3 ആണ് എന്തെന്ന് ഇതിൻ്റെ ഡൊമൈന് വരുന്നത് അല്ലേ. അപ്പോൾ ഡൊമൈൻ ഈക്വൽ ടു എന്ത് വരും, ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് 1,3 വന്നു അല്ലേ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടേം അല്ലേ, സെക്കൻഡ് ടേം ഇത്. അപ്പോൾ റേഞ്ച് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, റേഞ്ച് ഈക്വൽ ടു 7 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. അപ്പോൾ 7, അല്ലെങ്കിൽ 5,7 എങ്ങനെ എഴുതിയാലും ഇത്. അപ്പോൾ 5,7 എഴുതി, മറ്റത് ഡൊമൈൻ 1,3. ഇതാണ് നമ്മൾ റിലേഷൻസ് എഴുതുന്നത് ഇങ്ങനെയാണ്. അതിൽ ഡൊമൈൻ എന്താണെന്ന് പറഞ്ഞു, റേഞ്ച് എന്താണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ടൈപ്സ് ഓഫ് റിലേഷൻസ് ഫ്രം വൺ സെറ്റ് ടു അനദർ സെറ്റ്, അതായത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള തമ്മിലുള്ള റിലേഷൻസ് എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ഇതിൻ്റെ ജെയിൻ്റെ കോൺസെപ്റ്റും കുറച്ച് പ്രോബ്ലംസും, അതായത് ഓരോ ചാപ്റ്ററും ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജെയിൻ്റെ കുറച്ച് വീഡിയോസും ഇടുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ, ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.